ഇപ്പോൾ ദില്ലിയിൽ സന്ദർശനത്തിനെത്തിയ പിണറായി വിജയൻ ദില്ലി ഹൗസിലേക്ക് കേരള ഹൗസിലേക്ക് എത്തുന്നു. കാണാമോ? ഹലോ, സർലിംഗ് കൂടിച്ചേരുകയാണ്. സന്തോഷ് സർലിംഗ്, വിപുലമായ പരിപാടികളാണ് കേരള ഹൗസിൽ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് തുടർന്നുള്ള പരിപാടികൾ? വിശദാംശങ്ങളിലേക്ക് പോയാൽ സന്തോഷ് സർലിംഗിലേക്ക് എത്താൻ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം ദില്ലിയിലേക്ക്. ദില്ലിയിലെ 2 ദിവസ സന്ദർശനത്തിനായി 10:40 ദില്ലി വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിരിക്കുകയാണ്. കേരള ഹൗസിൽ വിപുലമായ പരിപാടികളോടെയാണ് ജീവനക്കാർ ചേർന്ന് സ്വീകരിക്കുന്നത്. തുടർന്ന് ദില്ലിയിലെ മലയാളികളും പിണറായി വിജയന് വിവിധ സ്വീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കൂടിക്കാഴ്ചകൾ നടത്തും. 2 ദിവസത്തെ സന്ദർശനമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് നിന്നും പിണറായി വിജയൻ ദില്ലിയിലേക്ക് തിരിച്ചത്. 10:40 ദില്ലിയിലെ വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ദില്ലിയിലേക്ക്. ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം കേരള ഹൗസിൽ, പിന്നീട് വിവിധ മലയാളി സംഘടനകൾ ഏർപ്പെടുത്തിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങും. ഒപ്പം രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണുകയും ചർച്ച നടത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ. ഇപ്പോൾ കേരള ഹൗസിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ജീവനക്കാരും മറ്റും ചേർന്ന് സ്വീകരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിൽ. കേരള ഹൗസിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാരെ കാണുന്നു, അവരുമായി സംഭാഷണത്തിലേർപ്പെടുന്നു. ഒപ്പം സ്വീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും ഏറ്റുവാങ്ങും. തുടർന്നുള്ള പരിപാടികൾ ഇങ്ങനെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരെ കാണും അടക്കമുള്ള കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നതും ചർച്ച നടത്തുന്നതും. ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ പുലർച്ചെ തന്നെയാണ് ഇവിടെ നിന്ന് വിമാനമാർഗം പുലർച്ചെയാണ് പിണറായി വിജയൻ ദില്ലിയിലേക്ക് തിരിച്ചത്. 10:40 അവിടുത്തെ ദില്ലിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം കേരള ഹൗസിലേക്ക് നേരെ പോവുകയായിരുന്നു. കേരള ഹൗസിൽ എത്തിയ പിണറായി വിജയൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിപുലമായ ആഘോഷ പരിപാടികളെയാണ് പിണറായി വിജയനെ അവർ സ്വീകരിച്ചത്. തുടർന്ന് ഉള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ശേഷം
പിണറായി വിജയൻ വിവിധ മലയാളികൾ സംഘടനകൾ ദില്ലിയിലെ വിവിധ മലയാളി സംഘടനകൾ ഏർപ്പെടുത്തിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. അതിനുശേഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരികളുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളും ദൃശ്യങ്ങളുമായി ചേരാം. വാർത്തകളിലേക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തി. കേരള ഹൗസിൽ അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എയർപോർട്ടിൽ നിന്ന് നേരെ കേരള ഹൗസിലേക്കാണോ മുഖ്യമന്ത്രി പോയത്? മുഖ്യമന്ത്രിക്ക് അവിടെ നൽകിയ സ്വീകരണങ്ങൾ, തുടർന്നുള്ള പരിപാടികളൊക്കെ വിശദീകരിച്ചാൽ. ജുംഷാദ്, ആദ്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 10:45 കൂടിയാണ് ഡൽഹിയിലെത്തിയത്. അവിടെ നിന്നും അദ്ദേഹം AKG ഭവനിലേക്കാണ് പോയത്. കേന്ദ്ര നേതാക്കളെ AKG ഭവനിലെത്തി കണ്ടു. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, SRP, ബൃന്ദ കാരാട്ട് തുടങ്ങി പ്രമുഖരായ കേന്ദ്ര നേതാക്കളെ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര ആസ്ഥാനത്തെത്തി കണ്ടു. അതിനുശേഷമാണ് കേരള ഹൗസിലെത്തിയത്. കേരള ഹൗസിൽ ജീവനക്കാർ അദ്ദേഹത്തിന് അതീവ ഊഷ്മളമായ സ്വീകരണം ഒരുക്കി. പ്രത്യേകിച്ച് ചെണ്ടമേളവും മറ്റ് താലപ്പൊലികളോടുമാണ് അദ്ദേഹത്തെ എതിരേറ്റത്. അവിടെ നിന്ന് കേരള ഹൗസിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നും അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുവരികയായിരുന്നു. നിരവധി മലയാളികൾ, ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികളും മറ്റു പ്രമുഖരുമൊക്കെ കേരള ഹൗസിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവർ ഇവിടെ കേരള ഹൗസിലുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയെ കാണാനായി പോകും. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനങ്ങൾ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. 12 മണിയോടുകൂടി ഉപരാഷ്ട്രപതിയെ കാണും. അതിനുശേഷം 12:30 കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. 4 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണും. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. 6 മണിയോടുകൂടിയാണ് പ്രധാനമായൊരു കൂടിക്കാഴ്ച. അത് രാഷ്ട്രപതി ഭവനിലെത്തി പ്രണബ് മുഖർജിയെയാണ് കാണുക. ഇന്നത്തെ ഔദ്യോഗിക സന്ദർശനങ്ങൾ അവിടെ തീരും. പിന്നെ 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗമുണ്ട്. അതിനടക്കം 3 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മറ്റ് സെക്രട്ടറിമാരൊപ്പം എത്തിയിട്ടുണ്ട്. ഈ സന്ദർശനങ്ങൾ ഔപചാരികമായിട്ടാണെങ്കിൽ പോലും കേരളത്തിന് കേന്ദ്രവുമായുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. ഇപ്പോൾ അദ്ദേഹം ഹമീദ് അൻസാരിയെ കാണാനായി കേരള ഹൗസിൽ നിന്നും ഇറങ്ങും. അജിംഷാദ്. തീർച്ചയായും ഹമീദ് അൻസാരിയെ കാണും. തുടർന്ന് മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ സംസാരിക്കുക. ഒപ്പം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിണറായി വിജയൻ്റെ ഇന്നത്തെ ദില്ലി സന്ദർശനത്തിന് 2 ദിവസമാണോ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്? തീർച്ചയായും അജിംഷാദ്, 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ അടക്കം 3 ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ടായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയെ കാണാനായി കേരള ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ ഒപ്പമുണ്ട്. അദ്ദേഹം ഉപരാഷ്ട്രപതിയെ കണ്ടതിന് ശേഷം പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച 12:30 കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണുക എന്നതാണ്. എന്തായാലും കേരള ഹൗസിലെത്തി അദ്ദേഹത്തെ കാണാൻ നിരവധി മലയാളികളിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ട്. നിരവധി പേരാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം കൂടിയുണ്ട്. ആ ഒരു പ്രാധാന്യമാണ് ഉള്ളത്. ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്നവർ, പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ കാണുമ്പോഴും അദ്ദേഹത്തിന് അനൗപചാരികമായുള്ളൊരു ചർച്ച എന്നതിനപ്പുറം കേന്ദ്രവും കേരളവും തമ്മിലൊരു ബന്ധം ശക്തമാക്കുക എന്നതുകൂടിയാണ് പ്രധാനമായ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ഒരു കേരളത്തിലെ പ്രതീതി തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. മുദ്രാവാക്യം, അഭിവാദ്യം വിളികളും ഒക്കെയായി. സന്തോഷ്. തീർച്ചയായും ജിംഷാദ്, കാരണം അദ്ദേഹം എയർപോർട്ടിൽ എത്തിയത് മുതൽ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളികളോട് കൂടിയാണ് ഇവിടെ ഡൽഹിയിൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ൻ്റെ ഡൽഹി ഘടകവും പിന്നെ ഡൽഹിയിലെ വിവിധ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുണ്ട്, മലയാളികൾ നിരവധി പേരുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ കാണാനുള്ളൊരു ശ്രമം കേരള ഹൗസിലൊക്കെ കാണാം. കേരളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കേരള ജനതയ്ക്ക് വരെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളൊക്കെ. ഇപ്പോൾ എന്തായാലും അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഹമീദ് അൻസാരിയുടെ വസതിയിലേക്കാണ് പോകുന്നത്. ഹമീദ് അൻസാരിയുമായി ഒരു 1 മണിക്കൂറോളം കൂടിക്കാഴ്ച ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷം വലിയ വിജയം ആർജിച്ച ശേഷം അദ്ദേഹത്തിന് അഭിവാദ്യങ്ങളും അനുമോദനങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് കേരള മന്ത്രിസഭയിൽ നിന്ന് പ്രമുഖരും പിന്നെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി അടക്കമുള്ളവരൊക്കെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരുമായുള്ള ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ത്രിദിന ദില്ലി സന്ദർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ.